ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുകാണേ ആയിരിക്കാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡ്. അപ്പൊ ഇതുവരെയുള്ള എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയുള്ള എപ്പിസോഡ്സ് നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെടും. കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓണം സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഒട്ടും തന്നെ സമയം കളയാണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ മക്കളെ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ. നമുക്കൊരു കത്രിക വേണം, പിന്നെ തീർച്ചയായും നമുക്കൊരു പേപ്പർ വേണം. നമ്മുടെ പേപ്പറില്ലാതെ നമ്മുടെ ക്രാഫ്റ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരു പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് റീസൈക്ലിംഗ് പേപ്പർ, അതായത് വൺ സൈഡ് പേപ്പറൊക്കെ എടുക്കാം. പിന്നെ വേണ്ടത് പെയിൻ്റാണ്. ഗ്രീനും യെല്ലോയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ കാണുന്ന ഗ്രീൻ കളർ തന്നെ വേണമെന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ കുറച്ച് വൈറ്റ് ചേർത്ത് ഈ ഒരു ഗ്രീനായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് പശയാണ്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. അങ്ങനെ ഇന്ന പശ എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു ബ്രഷ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഓണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കുരുത്തോല. പേപ്പർ കൊണ്ട് കുരുത്തോല. നിങ്ങളിതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓണത്തിൻ്റെ സമയത്ത് നല്ല വിലയുള്ളൊരു സംഭവമാണ് കുരുത്തോല. അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് പേപ്പർ കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ എത്രമാത്രം ലാഭമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പം നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഒരു കുരുത്തോലയുടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പേപ്പർ വേണം. അതായത് 2 സ്ട്രിപ്പ്, ഈ 2 ഇഞ്ചിൻ്റെ 2 സ്ട്രിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഈർക്കിലി. കാരണം ഇതിൽ ഈർക്കിലി വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഓലയുടെ ഒരു ഫിനിഷ് കൊടുക്കാൻ നമ്മൾ ഈർക്കിലി തന്നെയാണ്, നാച്ചുറലായിട്ട് നമ്മൾ ഈർക്കിലി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പേപ്പർ, അതായത് നമ്മൾ ഈ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് അതിൽ ഫുൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. എല്ലാ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്യണം. ആ ഒരൊറ്റ പേപ്പറിൽ നമ്മൾ ചെയ്താൽ മതി. നന്നായിട്ട് അതിൽ ഫുള്ള് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഈർക്കിലി അതിൻ്റെ നടുക്കായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ മേളിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ പീസ് എടുത്ത് ആ ഒരു ഈർക്കിലിൻ്റെ മേളിൽ കൂടെ പേപ്പറിൽ ഫുള്ളായിട്ട് നമ്മളതങ്ങ് ജോയിൻ ചെയ്ത് വെക്കുക. ഇനി ബാക്കി കുറച്ചും കൂടെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പേപ്പറിൻ്റെ വീതി കുറവായതുകൊണ്ട് ഒരു സ്ട്രിപ്പും കൂടെ എനിക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈർക്കിലി എത്രയുണ്ടോ അത്രയും നീളത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മളിതിനെ കുരുത്തോലയുടെ ലുക്കിലേക്ക് മാറ്റുന്നത്. അപ്പോൾ സൈഡ് ഞാനൊന്ന് ജസ്റ്റ് ഒരു കോർണറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ തുടങ്ങിയതിന് ശേഷവും കട്ട് ചെയ്യാം. ആദ്യം തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ കുരുത്തോലയുടെ നിറം എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു നിറമാവുന്നത് വരെ ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒട്ടിച്ചെടുത്തിരിക്കുന്ന ഈ പേപ്പറിൻ്റെ മുകളിൽ, അതായത് 2 സൈഡും ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. ഈ പെയിൻറ്റ് ഫുള്ളായിട്ട് ചെയ്യുക. അത് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ 2-3 നമ്മൾക്ക് ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കറിയാം കുരുത്തോല എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ഒരുമാതിരി ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇനി അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയിലുണ്ട്. ഈ രീതിയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്ത് നമ്മളൊന്ന് ചരിച്ച് 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ആരോ മോഡലിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ഇത് ടുവേർഡ്സ് എൻഡ് വരെ നമ്മളത് അതുപോലെ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് അതിൻ്റെ സൈഡിലൂടെ മുഴുവൻ കട്ട് ചെയ്ത് കളയരുത്. അതിൻ്റെ ആ ഒരു സൈഡിലൂടെ പകുതി വരെ അത് കട്ട് ചെയ്ത് നിർത്തുക. അതും 2 സൈഡും അതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ പറയുന്നതിനേക്കാളും വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ തന്നെ അത് ഫോളോ ചെയ്ത് പോവുക. മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയരുത്.
ഏകദേശം അതിൻ്റെ അറ്റം വരെ മാത്രം കട്ട് ചെയ്യാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ. നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രോസസ്സുകൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഇറുക്കിലിയുടെ രണ്ട് സൈഡുകളിലും വരുന്ന ഭാഗം നമ്മൾ ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഒരെണ്ണം ഇതുപോലെ സൈഡിലേക്ക്, അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെക്കുക. കണ്ടില്ലേ, വീഡിയോ കാണുന്ന പോലെ ആ സൈഡിൽ ഇത്തിരി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പേപ്പർ എടുത്ത് അങ്ങോട്ട് തിരിച്ച് വെക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്തെ സൈഡിലേക്കും. ഓക്കെ, ഇത് തന്നെ നമ്മൾ ഈ കട്ട് ചെയ്തത് മുഴുവനായിട്ടും ആ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊട്ടിച്ചു കൊടുക്കുക. കുരുത്തോലയിൽ ഈ ഡെക്കറേഷൻ ചെയ്യുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവർക്കിത് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ആ കുരുത്തോലയിൽ ചെയ്യുന്ന ഏകദേശം പ്രോസസ്സ് കുരുത്തോലയിൽ നമ്മൾ ഒട്ടിക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഇതിൽ പശ വെച്ച് ഒട്ടിക്കുന്നു എന്ന് മാത്രം ഉള്ള വ്യത്യാസമേ നമുക്കിതിലുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കുരുത്തോല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണത്തിന് നമുക്ക് എവിടെ വേണമെങ്കിലും കുരുത്തോല തൂക്കി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അത് മേടിക്കാൻ ഇനി കടകളിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ കുറച്ച് പേപ്പറും കുറച്ച് പെയിൻറ്റും കുറച്ച് പശയും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ, ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യണേ.